അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? നാനോ മെറ്റീരിയൽസ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. നാനോ ടെക്നോളജി എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു നാനോ ടെക്നോളജി? ദ ആപ്ലിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ഇൻ വേരിയസ് ഫീൽഡ്. മിലിറ്ററി, അതേപോലെ ഹെൽത്ത്, മെഡിക്കൽ ഫീൽഡ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ എന്ത് ചെയ്യുക? നാനോ മെറ്റീരിയൽ യൂസ് ചെയ്യുക. അതാണ് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഫാദർ ഓഫ് നാനോ ടെക്നോളജി റിച്ചാർഡ് ഫെയ്മൻ എന്നൊരു സയന്റിസ്റ്റ് ആണെന്ന്. അതായത് നാനോ ടെക്നോളജിയെ കുറിച്ച്, അതായത് വസ്തുക്കളെ അതിൻ്റെ ഡയമെൻഷൻ നാനോ സൈസിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, എന്തായിരുന്നു നാനോ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ നാനോമീറ്റർ സൈസിലോട്ട് കൊണ്ടുവരിക അല്ലേ? മെറ്റീരിയലിന്റെ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ, ലെങ്തോ ബ്രെഡ്ത്തോ, ഈ സൈസിലോട്ട് 1 to 100 നാനോമീറ്ററിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽ അതിൻ്റെ ആക്ച്വൽ പ്രോപ്പർട്ടി ഓഫ് ആറ്റങ്ങളുടെ ആക്ച്വൽ പ്രോപ്പർട്ടി കാണിക്കും. അതാണ് നാനോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ആ മെറ്റീരിയലാണ് നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ കുറിച്ച് ആദ്യമായി ഈ നാനോ പ്രോപ്പർട്ടി, അതായത് മെറ്റീരിയലിന്റെ സൈസ് കുറച്ച് കഴിഞ്ഞാൽ അതിന് വളരെയധികം നല്ല പ്രോപ്പർട്ടി ഉണ്ടെന്നും അതിന് വളരെയധികം സാധ്യതകൾ ഉണ്ടെന്നും ആപ്ലിക്കേഷൻ ഉണ്ടെന്നും ആദ്യമായി അതിനെക്കുറിച്ച് മറ്റുള്ളവരെ അറിയിച്ചത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തത്, ഒരു ലെക്ചറിലൂടെ, റിച്ചാർഡ് ഫെയ്മൻ അദ്ദേഹത്തിന്റെ ഒരു ലെക്ചറിലൂടെയാണ് ഈ കാര്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് നാനോ ടെക്നോളജി ആയിട്ട് എടുക്കുന്നത്, റിച്ചാർഡ് ഫെയ്മൻ. ഓക്കെ. ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഡയമെൻഷൻ മിനിമം ഉണ്ടായാൽ മതി കേട്ടോ. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ നമുക്കൊരു പോയിന്റ് മതിയായിരിക്കും, അത്ര സൈസ് മതിയായിരിക്കും. അപ്പൊ നമ്മൾ അതായത് 3 ഡയമെൻഷനും നാനോ വരുന്നതുണ്ട്, 2 ഡയമെൻഷൻ മാത്രം നാനോ വരുന്നതുണ്ട്, 1 ഡയമെൻഷൻ മാത്രം നാനോ വരുന്നുണ്ട്. എങ്ങനെയായാലും എന്ത് ചെയ്യും? അതിന്റെ ഈ പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അതിനൊക്കെ അനുസരിച്ച് 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ, 3 ഡയമെൻഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എക്സ്, വൈ, സെഡ് ആക്സ്. അപ്പൊ ഈ ഡയമെൻഷൻ അനുസരിച്ച് നാനോ മെറ്റീരിയൽസിന്റെ ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഒന്നാമത്തത് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്നാണ് പറയാം. 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ, 0D എന്നാണ് ഇത്. ഡി എന്ന ഡയമെൻഷൻ, 0 ഡയമെൻഷനൽ മെറ്റീരിയൽ കേട്ടോ. 0, ആ 0 ആണ് ഇവിടെ എഴുതിയത്. ഡി ഡയമെൻഷനൽ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ, 0 ഡയമെൻഷൻ. ഇതാണ് ഒന്നാമത്തത്. അപ്പൊ നമുക്ക് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഒരു ഡോട്ട്, ഒരു കുത്തിട്ട് അതിന് ഡയമെൻഷൻ ഉണ്ടോ? ലെങ്ത് ഉണ്ടോ? ബ്രെഡ്ത്ത് ഉണ്ടോ? ഹൈറ്റ് ഉണ്ടോ? ഇല്ല. ഒരു വെരി സ്മോൾ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലെങ്ത്തും ഇല്ല, ബ്രെഡ്ത്തും ഇല്ല, ഹൈറ്റും ഇല്ല. അതായത് നോ ഡയമെൻഷൻ. ഓക്കെ, നോ ഡയമെൻഷൻ ആണ്. അതാണ് ഇവിടെ 0 ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ സൈസും, അപ്പൊ ഒരു ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും സെഡ് ഡയറക്ഷനും ഒക്കെ എന്തായിരിക്കും? സൈസ് നോക്കുകയാണെങ്കിൽ നാനോ സൈസ് ആണ്. സൈസ് ഇല്ല എന്നാണ് നമ്മൾ പറയുക, പക്ഷെ നാനോന് പറയുമ്പോൾ അതിന് സൈസ് ഉണ്ട് കേട്ടോ. സൈസ് ഉണ്ട്. അതായത് അതിന്റെ എക്സ് ഡയറക്ഷൻ ഏത് സൈസിലാണ് വരുന്നത്? നാനോ റേഞ്ച് 1 to 100ന്റെ ഇടയിൽ വരും കേട്ടോ. 1 നാനോ 2 നാനോ ഒക്കെ വരും. അതേപോലെ തന്നെ വൈ ഡയറക്ഷനിലും നാനോ ആണ്, സെഡ് ഡയറക്ഷനിലും നാനോ റേഞ്ച് ആണ് കേട്ടോ. അപ്പൊ 3 ഡയമെൻഷനും നാനോ വരുന്നതാണെന്ന് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. 3 ഡയമെൻഷനും എന്താണ്? നാനോ ആയി കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേര് എന്താണ്? 0 ഡയമെൻഷനൽ എന്നാണ് പറയുക, 3 ഡയമെൻഷനൽ എന്നല്ല കേട്ടോ. ഒരു ഡോട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ ആ ഡോട്ടിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നിങ്ങൾ നോക്കുകയാണെങ്കിൽ നാനോ സൈസ് ആണ്.
അപ്പൊ നാനോ സൈസ് അല്ലാത്ത ഒരു ഡയമെൻഷൻ അതിനുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സീറോ ഡയമെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സീറോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 3 ഡയമെൻഷനും നാനോയായി വരുന്നതാണിത് സീറോ ഡയമെൻഷൻ. അങ്ങനെയാണെങ്കിൽ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ സീറോ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനും നാനോ കേട്ടോ. നാനോ അല്ലാത്ത ഡയമെൻഷൻ ഉണ്ടോ? ഇല്ല. അതെത്രയാണ്? സീറോ ആണ്. അതുകൊണ്ടാണ് സീറോ ഡയമെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നാനോ അല്ലാത്ത ഡയമെൻഷൻ ഉണ്ടോ? എക്സ് ഡയറക്ഷൻ നാനോ ആണ്. നാനോ അല്ലാത്തതുണ്ടോ? ഇല്ല. വൈ ഡയറക്ഷനിൽ നാനോ ആണ്. നാനോ അല്ലാത്തതുണ്ടോ? ഇല്ല. സെഡ് ഡയറക്ഷനിൽ നാനോ ആണ്. നാനോ അല്ലാത്തതുണ്ടോ? ഇല്ല. അപ്പൊ എസ് ഡയറക്ഷനിലും നാനോ അല്ലാത്തതില്ല, വൈ ഡയറക്ഷനിലും ഇല്ല, സെഡ് ഡയറക്ഷനിലും ഇല്ല. അതുകൊണ്ടാണ് സീറോ ഡയമെൻഷനൽ എന്ന് വരാൻ കാരണം. ഓക്കെ. ഇതിൽ ഇൻ ദിസ് നാനോ മെറ്റീരിയൽ ഓൾ ദി 3 ഡയമെൻഷൻസ്, അതായത് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ്, എക്സ്, വൈ ആൻഡ് സെഡ് ആർ ഇൻ നാനോ സ്കെയിൽ. നാനോ സ്കെയിൽ എന്താന്നൊക്കെ മുമ്പ് പറഞ്ഞതാണ്. വീണ്ടും ഇവിടെ പറയാണ്. നാനോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 100 നാനോമീറ്റർ അല്ലേ? 1 to 100 നാനോമീറ്റർ സൈസിൽ വരും. അതായത് ഒരു നാനോ മെറ്റീരിയൽ അതിന്റെ ലെങ്ത് 1 to 100 നാനോമീറ്ററിൽ വരിക, അതേപോലെ ബ്രെഡ്ത്തും 1 to 100 നാനോമീറ്റർ വരിക, അതേപോലെ ഹൈറ്റും 1 to 100 നാനോമീറ്റർ സൈസിൽ വരികയാണെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ നമ്മൾ എന്താ വിളിക്കുക? സീറോ ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുക. അതായത് സീറോ അല്ലാത്ത, അതായത് നാനോ മെറ്റീരിയൽ അല്ലാത്ത, മെറ്റീരിയൽ സൈസ് അല്ലാത്ത ഒരു ഡയമെൻഷൻ അതിനില്ല. അതുകൊണ്ടാണ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നാനോമീറ്റർ എന്താന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാ. എന്താണ് നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മീറ്ററിനെ 100 കഷ്ണം. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീറ്ററിനെ 100 ഈക്വൽ ഭാഗങ്ങളാക്കുക. അതിലൊരു ഭാഗത്തിന്റെ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് സെന്റിമീറ്റർ. അതേപോലെ ഒരു മീറ്ററിനെ 100 ഈക്വൽ പീസുകളാക്കുക. ഒരു മീറ്ററിനെ 100 ഈക്വൽ പീസുകളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു പീസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു മീറ്ററിനെ 100 കോടിയാക്കണം. 100 കോടി, 1 ലക്ഷം അല്ല, 1 കോടിയല്ല, 100 കോടിയാക്കുക. ഒരു മീറ്ററിനെ 100 കോടി ഈക്വൽ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ അതിൽ ഒരു ലെങ്തിനെ വിളിക്കുന്ന പേരാണെന്ത്? നാനോമീറ്റർ കേട്ടോ. അപ്പൊ 1 to 100 നാനോമീറ്റർ റേഞ്ചിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും വരികയാണെങ്കിൽ, 3 വരികയാണെങ്കിൽ അത് നമ്മൾ സീറോ ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്നാണ് വരിക. അപ്പൊ സീറോ ഡയമെൻഷൻ എന്ന് വിളിക്കാൻ കാരണം നാനോ സൈസ് അല്ലാത്ത ഒരു ഡയമെൻഷൻ അതിലില്ല. അപ്പൊ നാനോ അല്ലാത്ത ഏതെങ്കിലും ഡയമെൻഷൻ എക്സോ വൈയോ സെഡോ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് സീറോ എന്ന് വിളിച്ചത്. ഓക്കെ. എക്സാമ്പിള് നിങ്ങൾ പഠിക്കണം. ഫുള്ളറി. ഫുള്ളറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് 0 ഡയമെൻഷനിലും ഉണ്ട്, 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഫുള്ളറിൻ ഇവിടെ വന്നത്. എക്സാമ്പിൾ ഫുള്ളറി, കോണ്ടൺ ഡോട്ട്സ്, നാനോ ഡോട്ട്സ് കേട്ടോ. കോണ്ടൺ ഡോട്ട്സ് ഒരു പേരാണ്, നാനോമെറ്റീരിയലിന്റെ പേര്. അതേപോലെ നാനോ ഡോട്ട്സ് എക്സെട്ര കേട്ടോ. അതേപോലെ ഫുള്ളറിനും. അപ്പൊ ഫുള്ളറിൻ 0 ഡയമെൻഷനിലുണ്ട്, 1 ഡയമെൻഷനിലുണ്ട്, 2 ഡയമെൻഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിലും ഇതിന്റെ എക്സാമ്പിൾ വരും. അപ്പൊ അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അപ്പൊ കൺഫ്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 2 എക്സാമ്പിൾ പഠിച്ചാൽ മതി. കോണ്ടൺ ഡോട്ട്സ്, നാനോ ഡോട്ട്സ്. അപ്പൊ ഇത് രണ്ടും എപ്പോഴും എന്തേ വരുള്ളൂ? ഈ ഡോട്ട് എന്നുള്ള പേരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ. 1 ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയമെൻഷനിൽ മാത്രം നാനോ എന്നല്ല അർത്ഥം. എന്താണ്? നാനോ അല്ലാത്ത എത്ര ഡയമെൻഷൻ ഉണ്ട്? ഒരു ഡയമെൻഷനാണ്. അതുകൊണ്ടാണ് 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ. അപ്പം 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 1D എന്ന് പറയട്ടോ. 1 അതിന് 1 എന്ന് കൊടുത്ത് ഡയമെൻഷനൽ എന്നുള്ളത് D കേട്ടോ. അപ്പൊ 1D നാനോ മെറ്റീരിയൽ അല്ലെങ്കിൽ 1 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഡയമെൻഷൻ നാനോ ആവില്ല. ഒരു ഡയമെൻഷൻ എന്താവൂല? നാനോ ആവൂല.
അതായത് 1 to 100 നാനോമീറ്റർ സൈസ് അല്ല, അതിൽ കൂടുതലുണ്ട്. പക്ഷേ 2 ഡയമെൻഷൻ എന്തായിരിക്കും? നാനോ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെ 1 ഡയമെൻഷനിൽ ഒരു ഡയമെൻഷൻ എന്തല്ല? നാനോ അല്ല. അതുകൊണ്ട് അപ്പോൾ നാനോ റേഞ്ച് അല്ലെങ്കിൽ നാനോ സൈസ് അല്ലാത്ത എത്ര ഡയമെൻഷൻ ഉണ്ട് 1 ഡയമെൻഷനിൽ? ഒന്നാണുള്ളത്. അതുകൊണ്ടാണ് 1 ഡയമെൻഷൻ എന്നുള്ള പേര് വരാൻ കാരണം. ഇവിടെ ഇൻ ദിസ് നാനോ മെറ്റീരിയൽ 1 dimension is not in nano size. ഒരു ഡയമെൻഷൻ നാനോ അല്ല. അതർ 2 dimensions are nano size. കേട്ടോ. അപ്പൊ 3 ഡയമെൻഷനും നാനോ ആയി കഴിഞ്ഞാൽ, 3 ഡയമെൻഷനും നാനോ ആയി കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുക? 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് 0 വിളിക്കുന്നത്? അതിൽ നാനോ സൈസ് അല്ലാത്ത ഒരു ഡയമെൻഷനും ഇല്ല കേട്ടോ. ഇനി 2 ഡയമെൻഷൻ നാനോ, ഒരു ഡയമെൻഷൻ നാനോ അല്ല. അങ്ങനെയാണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഒരു ഡയമെൻഷൻ നാനോ അല്ല. അതുകൊണ്ട് 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കും. ഓക്കെ, എക്സാമ്പിൾസ്. നാനോ വയറുകളുണ്ട്. നാനോ വയറുകൾ, വയറിന്റെ ഏത് ഡയമെൻഷൻ ആയിരിക്കും? അതായത് അതിന്റെ വിഡ്ത്ത്, അതിന്റെ തിക്നെസ് വളരെ വളരെ നാനോ ആയിട്ടുള്ള സൈസ്, വളരെ വെരി വെരി സ്മോൾ ആയി സൈസ് ഉള്ള വയറുകളുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? ഇപ്പൊ ഇവിടുന്ന് ഡൽഹിയിലോട്ട് ഒരു വയർ, നാനോ സൈസ്ഡ് മെറ്റീരിയൽസിന്റെ ഒരു വയർ ഇവിടുന്ന് മലപ്പുറം ജില്ലയിൽ നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലോട്ട് കൊണ്ടുപോകണം വിചാരിക്കുക, ഒരു നാനോ സൈസ് വയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏതായിരിക്കും നാനോ അല്ലാത്തത്? അതിന്റെ ലെങ്ത് നാനോ ആയിരിക്കൂല, പക്ഷെ അതിന്റെ തിക്നെസ്, ലെങ്ത്തും ബ്രെഡ്ത്തും, അല്ലെങ്കിൽ ഏതെങ്കിലും 2 ഡയമെൻഷൻ, അതായത് അതിന്റെ വീതി അല്ലെ, വീതിയല്ല, എന്താ പറയാ, അതിന്റെ ആ കനം അല്ലെ, അതിന്റെ ആ തടി, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും. ഹൈറ്റിനെ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഹൈറ്റിനെ നമുക്ക് ലെങ്ത് ആയിട്ട് എടുക്കുക, ഏതെങ്കിലും ഡയമെൻഷൻ നമ്മൾ ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടുന്ന് ഡൽഹിയിലോട്ട് പോകണം. അപ്പൊ അതിന്റെ ലെങ്ത് എന്തായിരിക്കണം? നാനോ ആവരുത്, പക്ഷെ അതിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്തായിരിക്കണം? നാനോ ആവണം കേട്ടോ. അപ്പൊ അങ്ങനത്തതാണ് എന്ത് 1 ഡയമെൻഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് ഡൽഹിയിലോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് തിരുവനന്തപുരത്തോട്ട് ഒരു നാനോ വയർ, ഒരു വയർ കൊണ്ടുവരണം. അത് നാനോ ആയിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലെങ്ത് നമുക്ക് നാനോ ആക്കാൻ പറ്റുമോ? ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ലെങ്ത് നാനോ ആവില്ല. അതായത് ഒരു ഡയമെൻഷൻ നാനോ അല്ല, അതാണ് 1 ഡയമെൻഷൻ കേട്ടോ. പക്ഷെ മറ്റ് 2 ഡയമെൻഷൻ നാനോ കേട്ടോ. അതിന് എക്സാമ്പിൾ ആണ് നാനോ വയേഴ്സ്, നാനോ റോഡുകളുണ്ട്, നാനോ ട്യൂബ്സുകളുണ്ട്, കാർബൺ നാനോ ട്യൂബ് ഉണ്ട്, അതേപോലെ തന്നെ നാനോ പില്ലേഴ്സ് ഉണ്ട്. നാനോ പില്ലേഴ്സ്. ഓക്കെ, അടുത്തത് 2 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇനി പറയാൻ കഴിയണം എന്ത് 2 ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ഡയമെൻഷൻ നാനോ അല്ല. 2 ഡയമെൻഷൻ എന്തല്ല? നാനോ അല്ല. അപ്പൊ ഒരു ഡയമെൻഷൻ എന്തായിരിക്കും? നാനോ ആയിരിക്കും. അതിന് എക്സാമ്പിൾ ആണ് ഇൻ ദിസ് നാനോ മെറ്റീരിയൽ. ഫസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ, ഇൻ ദിസ് നാനോ മെറ്റീരിയൽ 2 ഡയമെൻഷൻ ഈസ് നോട്ട് ഇൻ നാനോ സൈസ്, അതർ 1 ഡയമെൻഷൻ, മൂന്നാമത്തെ ഡയമെൻഷൻ ഈസ് നാനോ സൈസ്. എക്സാമ്പിൾ ഗ്രാഫീൻ, നാനോ ഫിലിം, നാനോ ലെയർ, നാനോ കോട്ടിംഗ്, ഗ്രാഫീൻ ഓക്സൈഡ്. ഗ്രാഫീൻ, നാനോ ഫിലിം, നാനോ ലെയർ, നാനോ കോട്ടിംഗ്സ്, ഗ്രാഫീൻ ഓക്സൈഡ്. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? 2 ഡയമെൻഷനൽ ആണ്. അപ്പൊ ഗ്രാഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേപ്പർ പോലെയാണ്. അപ്പൊ ഒരു പേപ്പറിന് എന്തുണ്ടാവും? ഒരു ലെങ്ത് ഉണ്ടാവും, ഒരു ബ്രെഡ്ത്ത് ഉണ്ടാവും. അതിന്റെ ഹൈറ്റ് എന്തായിരിക്കും? പേപ്പറിന്റെ ഹൈറ്റ് നമുക്കറിയില്ലേ, വളരെ കുറവായിരിക്കും. അപ്പൊ അതിന്റെ ഹൈറ്റ് എന്താണ്? നാനോ സൈസ് ആയിരിക്കും. അപ്പൊ 2 ഡയമെൻഷനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയമെൻഷൻ നാനോ അല്ല, ഒരു ഡയമെൻഷൻ നാനോ ആണ്. ഓക്കെ, അപ്പൊ 3 ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. 0 ഡയമെൻഷൻ. 0 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നാനോ അല്ലാത്ത ഒരു ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് 0. ഇനി ഒരു ഡയമെൻഷൻ മാത്രം നാനോ ആണെങ്കിൽ 1 ഡയമെൻഷൻ. ഒരു ഡയമെൻഷൻ മാത്രം നാനോ അല്ലെങ്കിൽ 1 ഡയമെൻഷൻ. ഇനി 2 ഡയമെൻഷൻ നാനോ അല്ലെങ്കിൽ 2 ഡയമെൻഷൻ എന്ന് പറയും. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.